രാവിലെ തന്നെ എഴുന്നേറ്റാൽ നേരെ അടുക്കളയിൽ വരും കേട്ടോ. എന്നിട്ട് മിഥുവിനുള്ള ചായയാണ് ഞാൻ ആദ്യം വെക്കുക, അത് കൊണ്ടു കൊടുക്കും. മിഥുൻ എഴുന്നേറ്റ് വരുമ്പം തന്നെ ഒരു കാലിച്ചായ നിർബന്ധം കേട്ടോ. അതും കൊണ്ട് കൊടുത്ത് ഞാൻ വന്ന് ഇഡലി ഉണ്ടാക്കുകയാണ്. ഇന്ന് ഇഡലിയാണ് കേട്ടോ. പിന്നെ സാമ്പാറും ഉണ്ട്. സാമ്പാർ ഉണ്ടാക്കണം ഞാൻ. അതിനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഇന്ന് രാവിലെ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ ഞാൻ എഴുന്നേക്കാൻ വേണ്ടി. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലേ എനിക്ക് കുറച്ച് വയ്യായ്മയൊക്കെ ഉണ്ട്, അതിനെ ബേസ് ചെയ്തായിട്ടോ. ഒത്തിരി സമയമൊന്നും ആയില്ല കേട്ടോ, 7 മണി ആയതേ ഉള്ളൂ. സാധാരണ ലിയമോളാണ് എന്നെ വിളിക്കാറ്. ഇന്ന് ലിയമോള് വിളിച്ചൊന്നുമില്ല. ലിയമോള് നല്ല ഉറക്കമാണ് കേട്ടോ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. 5 മണിയാകുമ്പോൾ അല്ലെ 6 മണിയാകുമ്പോൾ ലിയമോൾ എഴുന്നേൽക്കാറുണ്ട്. എന്നിട്ട് എന്നെ വന്ന് ഇങ്ങനെ തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കാറാണ് പതിവ്. ഞാൻ എഴുന്നേറ്റില്ലേ പോയി മിഥുവിനെ വിളിക്കും. അപ്പം ഞാൻ ഇവിടെ കൂട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മിഥുവിൻ്റെ അമ്മേനെ എന്താ വീഡിയോസിൽ കാണിക്കാത്തത്? നിൻ്റെ അമ്മേനെ മാത്രമാണല്ലോ വീഡിയോസ് കാണുന്നുള്ളൂ, മിഥുവിന് അമ്മയില്ലേ എന്ന് ചോദിച്ചവർ വരെ ഉണ്ട്. ആ ഒരു കമൻറ്റ് കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ അമ്മ പുറത്താണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അമ്മ ഗൾഫിലാണ്. അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അമ്മ വരും. ആദ്യം തന്നെ ഞാൻ ഇഡലി അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഇഡലി വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് അരിയാലോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇഡലി തട്ടൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. ഇനി ഞാൻ പച്ചക്കറിയെല്ലാം മുറിച്ചിടാൻ ഓർത്തു. ഞാൻ ഇവിടെ പൊടി സാമ്പാറാണ് കേട്ടോ, നമ്മളെപ്പോലെ വറുത്തരച്ച സാമ്പാറൊന്നുമല്ല. അതുകൊണ്ട് വലിയ പണികളൊന്നുമില്ല. കഷ്ണം പീസാക്കണം, ആ ഒരു പരിപാടികളേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് കഴുകിയെടുക്കുന്നുണ്ട്. ശേഷം ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. വെറും ക്യാരറ്റും ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും മാത്രം ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഇട്ടിട്ടാണ്, അതായത് നന്നായിട്ട് അടിയുന്ന കഷ്ണങ്ങൾ മാത്രം ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ടേസ്റ്റ് അധികം കിട്ടാനാണ് കേട്ടോ. അത് അല്ലാത്ത പക്ഷം എനിക്ക് ഈ വഴുതിന, വെണ്ട ഇതൊക്കെ ഇട്ട് അടിക്കുമ്പം എനിക്ക് ഭയങ്കര എന്തോ ഒരിതാണ് സാമ്പാർ കൂട്ടാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് തോന്നിയ സാധനങ്ങളൊക്കെ ഞാൻ സാമ്പാറിലിടാറുള്ളൂ. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്ത് ഞാൻ സാമ്പാറൊക്കെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സെല്ലാം മാറി വന്ന് ചായയെല്ലാം കുടിച്ച് റെഡിയായി നിൽക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് പുറത്ത് പോകണം എന്നുള്ളത്. ലിയമോളും ഞാനും ഏകദേശം മേച്ച് ഡ്രസ്സാന്ന് തോന്നുന്നല്ലേ, മെറ്റീരിയലൊക്കെ മാറ്റേണ്ടൂ. അപ്പോൾ ലിയമോൾ ചിരിക്കുന്നുണ്ടോ? ക്യാമറ കാണുമ്പോൾ ചിരിക്കുകയാണ് മോള്. അവളത് ശീലമായി ഇപ്പോൾ. ഉമ്മയൊന്നും തരത്തില്ല, ഉമ്മ തരാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമ്മ തരൂല, ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ ഞങ്ങൾ തിരുവല്ലയുള്ള റെഡ് ബീലാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയത്. മിഥുന് എപ്പോഴും റെഡ് ബീന്നാണ് ഡ്രസ്സ് എടുക്കാറ്. അവിടെ നിന്നാണ് ഷൂസും എല്ലാം വാങ്ങാറ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് എല്ലാം എടുക്കാറും വാങ്ങാറും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ലിയമോക്കൊരു ഷൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഫാസിയോ എന്ന് പറയുന്ന കല്യാൺ സിൽസിൻ്റെ ഒരു ബ്രാൻഡാണ്, അവിടെ വന്നതായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് എനിക്കൊരു ജീൻസും എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഷോപ്പുമായിട്ടാണ് ഇത് കാണുന്നത്. അങ്ങനെ എല്ലാം പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഷൂസൊക്കെ നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ സൈസ് ഇല്ല കേട്ടോ. ലിയമോള ആദ്യത്തെ കത്തുന്ന ഷൂ ആണ് കേട്ടോ ഇത്. അവളത് ഇട്ടേ പാട് പിന്നെ അവൾ അഴിക്കാൻ സമ്മതിക്കുന്നില്ല. അവസാനം ഞങ്ങൾ ടാഗ് ഊരി കൊടുക്കുകയാണ് ചെയ്തത് ബില്ലടിക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാ പർച്ചേസും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.